എവരിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കായ രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ബീഫ് കായ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രക്കായ 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മസാലകൾ: കറുകപ്പട്ട ഒരു 5 പീസ്, ഒരു 5 ഏലക്കായ, കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, ഒരു 5 കരയാമ്പൂ, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ 3 സവോള, ഒരു ഇടത്തരം സവോളയാണ് കേട്ടോ, 2 ഒരെണ്ണം വലുതുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു വലിയ പീസ് തന്നെ വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, വലിയ 2 വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത്. പിന്നെ ചുവന്നുള്ളി കുറച്ച് അധികം വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേപ്പില എടുത്തിട്ടുണ്ട്, വേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിന ഇല, ഇത് ഓൾ സ്പൈസസിൻ്റെ ഒരു 5 ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കൻ മല്ലി ഒരു 3 ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിരിക്കണേ. ഈ മസാലകൾ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് പെരുംജീരകം, കുരുമുളക്, ഏലക്കായ, കറുകപ്പട്ട, കരയാമ്പൂ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ ഇടുന്നത്. ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ബീഫിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇനി മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല. എപ്പോഴും മീറ്റ് ഐറ്റംസ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ വറുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇടുന്നതാണ് നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വയ്ക്കുന്നത്. ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാലകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി, സവോള, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പച്ചമുളക് കൂടെ വേണം, അത് മറന്നു പോയിട്ടാണ്. അപ്പോൾ പച്ചമുളക് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഈ ലീവ്സൊക്കെയാണ് ഇട്ട് കൊടുക്കണം. നമ്മൾ മല്ലിയില, പുതിനയില, ഓൾ സ്പൈസസ്, കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ അങ്ങനെ അധികം വെള്ളം ചേർക്കുന്നില്ല. ഈ ഫുഡ് പ്രോസസ്സർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. മുളകിടുന്നത് പിന്നെ എല്ലാവരുടെയും ഇഷ്ടം പോലെ, കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഇടാട്ടോ. ഇവിടെ പൊതുവേ ഞങ്ങൾ മുളക് കുറച്ച് കുറവേ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ മീറ്റ് അടുപ്പത്ത് വയ്ക്കാനായിട്ട്. ആ മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചിരുന്നു. കുക്കറിൽ വെക്കുന്ന കാരണം അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെ കുക്കർ അടച്ചു വെക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞിട്ടൊന്നുമില്ല. 3 വിസിൽ വന്നപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ എയർ കളഞ്ഞു കേട്ടോ. അല്ലാതെ എയർ കളയാതെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റ് മാറും, ടേസ്റ്റിന് വളരെ കുറവുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നേന്ത്രക്കായ അരിഞ്ഞത് ഇടുകയാണ്. അപ്പോൾ ഇതിൽ തീരെയും വെള്ളമില്ല. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ഉണ്ട് കേട്ടോ. ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. പല ബീഫും പല വേവായിരിക്കും. ചില മൂത്ത ബീഫിൻ്റെയൊക്കെ ഇറച്ചിയാണെങ്കിൽ ചിലപ്പോൾ വേവത്തില്ല. വീണ്ടും നമ്മൾ കുക്കർ ഓണാക്കേണ്ടി വരും. ഇതിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നല്ല ബീഫാണ്. കായ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ് കേട്ടോ. കായ്ക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കുക്കർ ജസ്റ്റ് അടപ്പ് വെക്കണമുള്ളൂ കേട്ടോ. ശരിക്കും അടച്ചു വെക്കണില്ല. ശരിക്കും അടച്ചു വെച്ച് കഴിഞ്ഞാൽ കായ വെന്ത് വരുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ബീഫും കായയും വെന്ത് വരുമ്പോഴേക്കും ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉലർത്തിയെടുക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ തന്നെ ആട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവോള എല്ലാം കൂടെ അരിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, കുറച്ച് 3 ഓൾ സ്പൈസസും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളക്.
ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ആഫ്രിക്കൻ മല്ലി, പിന്നെ പുതിന, വേപ്പില, ഓൾ സ്പൈസസ്, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതൊക്കെ കറികളിൽ ഇടുന്നത്. ബീഫും കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളി മൂത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, 2 സ്പൂൺ ഇടുന്നുണ്ട് ഈ ചെറിയ സ്പൂണിൽ. പിന്നെ ഇതിലേക്ക് ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. ഇടിച്ച മുളക് എൻ്റെ കയ്യിൽ ഇടിച്ച മുളകായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് വറ്റൽമുളക് കുറച്ച് പൊടിച്ചെടുത്തു. ഈ ഇടിച്ച മുളക് ഇടുന്നതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിയൊക്കെ വെക്കുമ്പോൾ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഇടിച്ച മുളകായിരുന്നല്ലോ ഇട്ടിരുന്ന കറികളിലൊക്കെ. ഇപ്പോഴാണ് നമ്മൾ ഈ പൊടികളൊക്കെ വാങ്ങി കുക്ക് ചെയ്തെടുത്തത്. കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇടുന്നുണ്ട്. ഈ കറിയിലൊക്കെ നന്നായിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബീഫ് 2 കിലോ ബീഫിന് നമ്മൾ 1 കിലോ നേന്ത്രക്കായ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ 2 കിലോ ബീഫിൻ്റെ കൂടെ 2 കിലോ നേന്ത്രക്കായ എടുത്തു കഴിഞ്ഞാൽ കായ അധികമായി പോകും. ഇവിടെയൊക്കെ പിള്ളേർ ചോദിക്കും കായക്കറിയാണോ അത് ബീഫ് കറിയാണോ, കായ അധികം ഇട്ട് കഴിഞ്ഞാൽ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ബീഫും കായും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കറി കാച്ചുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു പ്ലേറ്റിലിട്ട് തരും അമ്മ. അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. മൂത്ത ആൾക്ക് 3 പേരെയും കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ 4 പേരും ഡാഡിയും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ പറക്കി തിന്നും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആവുന്നത് വേറെ തന്നെയാണ്. ഇപ്പം എല്ലാ വീട്ടിലും 1ഉം 2ഉം കുട്ടികളുള്ളല്ലോ. ആ കുട്ടികൾ തന്നെ എവിടെയെങ്കിലും പുറത്തായിരിക്കും. അപ്പം അങ്ങനെ അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല വീടുകളിൽ ഭക്ഷണം കഴിക്കാനായാലും ഒക്കെ. ഒന്ന് നമുക്ക് ഒരല്പം കഴിച്ച് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഒരല്പം കുഴമ്പനായിട്ട് ഇരിക്കുകയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഒത്തിരി ഡ്രൈ ആവണേക്കാളും ഒരല്പം കഴിച്ചു നോക്കട്ടെ കേട്ടോ ബീഫ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബീഫും കായും കൂടെ.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്.